കേരള PSC 2026 ഒക്ടോബർ മാസത്തെ കലണ്ടർ പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ഡിഗ്രി മെയിൻസിൻ്റെ എക്സാം ഡേറ്റും ഒക്ടോബറിൽ കലണ്ടറിലുണ്ട്. അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ഡിഗ്രി പ്രിലിംസിൻ്റെത് വരും. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഒരു ജൂലൈ ലാസ്റ്റ് എന്നാണ്. ജൂലൈ ലാസ്റ്റിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലോ റിസൾട്ട് വരുന്നതായിരിക്കും. ഇതിൽ അസിസ്റ്റൻറ്റ് ജയിലറുടെ എക്സാം 2026 സെപ്റ്റംബർ 14 തിങ്കളാഴ്ചയാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി 2026 സെപ്റ്റംബർ 28 മൺഡേ ആണ് എക്സാം. അതിന് കൂടെ 10th മെയിൻസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലക്കാർക്ക് 2026 സെപ്റ്റംബർ 19 ശനിയാഴ്ചയാണ്. ബാക്കിയുള്ള ജില്ലക്കാർക്ക് അത് ഒക്ടോബർ മാസത്തിലാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് 2026 ഒക്ടോബർ 14 സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് 2026 ഒക്ടോബർ 28. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് ഡിഗ്രി മെയിൻസും അതിൻ്റെ കൂടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും എക്സാം നടക്കുന്നത്. ഇതിൻ്റെ പുതിയ സിലബസ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. എക്സൈസ് ഇൻസ്പെക്ടറുടെ മെയിൻസിൻ്റെ സിലബസിൽ ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, ഇക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 4 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 4 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 8 മാർക്ക്, സിമ്പിൾ അരിത്തമാറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇതിൻ്റെ കൂടെ സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ട് 20 മാർക്കിന്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 454/2025 സിലബസിൽ ടോട്ടൽ 100 മാർക്കിനാണ്. ഇതിൽ ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, ഇക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 മാർക്ക്, ലൈഫ് സയൻസ് 3 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ 5 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്ക്, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി, ആക്ട്സ് ആൻഡ് കമ്മീഷൻസ് 13 മാർക്ക്, കറണ്ട് അഫെയർ 15 മാർക്ക്, സിമ്പിൾ അരിത്തമാറ്റിക്കൽ, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇതിൽ ഏറ്റവും അധികം അപ്പോയിൻമെൻറ്റ് നടക്കാൻ സാധ്യതയുള്ള കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്ടോബർ മാസത്തെ കലണ്ടറിലില്ല. അതായത് അത് മിക്കവാറും നവംബർ മാസമാണ് നടക്കാൻ സാധ്യതയുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മുൻപിൽ ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സെപ്റ്റംബർ മാസവും ഒക്ടോബർ മാസവുമാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ 1.5 മാസം പോലും പല എക്സാംസിനും കിട്ടുന്നില്ല. അതിനാൽ തന്നെ ഇനി റിസൾട്ട് കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. റിസൾട്ട് വന്ന ശേഷം പഠിക്കാം എന്ന് വിചാരിക്കാൻ സമയവുമില്ല. അപ്പം നമ്മൾ ഏകദേശം ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന കട്ട് ഓഫ് പറയുകയാണ്. ആ കട്ട് ഓഫിലുള്ളവർക്കെല്ലാം പഠിച്ചു തുടങ്ങാം. ഞാൻ ഇതിനു മുൻപും കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അന്നേ നിങ്ങളോട് പഠിച്ചു തുടങ്ങാൻ പറഞ്ഞതാണ്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ 10th പ്രിലിംസിനൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് 1 കുറച്ച് പേരുടെ 10th പ്രിലിംസ് കഴിയും. ബാക്കിയുള്ളവർക്ക് ഓഗസ്റ്റ് 22 എന്നിരുന്നാലും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഏകദേശം 3 ലക്ഷത്തിൽ പരം ആൾക്കാരാണ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. അതിൽ തന്നെ ഒരു 2 ലക്ഷത്തി സംതിങ് ആൾക്കാരെ എക്സാം എഴുതിയിട്ടുള്ളൂ. പല എക്സാം സെൻറ്ററുകളിലും 3rd ഫേസെല്ലാം ആകുമ്പോഴേക്കും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ ചേഞ്ച് കണ്ടിട്ട് മാറി നിന്നതാവാം, നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന അത്ര അപ്ലിക്കൻസ് എക്സാം എഴുതിയിട്ടില്ല. ഇത് പ്രിലിംസ് എക്സാമാണ്. ഇതിൻ്റെ മെയിൻസ് ഉണ്ട്. അതുപോലെ തന്നെ പല എക്സാംസിനും ഫിസിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരിക്കലും വളരെ അധികമാവാൻ സാധ്യതയില്ല. കൂടാതെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പോലത്തെ എക്സാമുകളിൽ ഏകദേശം 4000-ഓളം പേരെ അവർ ചൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിലിംസിൽ ഓൾമോസ്റ്റ് 50,000-ൽ പരം ആൾക്കാർ ക്വാളിഫൈ ചെയ്യാൻ ചാൻസുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കട്ട് ഓഫ് വളരെയധികം ആവാൻ ചാൻസ് ഇല്ല. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് നമ്മൾ പറയുന്നത് 39 ആണ്. 39 റേഞ്ചിലുള്ളവർ പഠിച്ചു തുടങ്ങാം. മേ ബി 38 37 എല്ലാം ചാൻസ് ഉണ്ട്. എന്നാലും ഞാനൊരു സേഫ് സോണായിട്ട് 39 ആണ് പറയുന്നത്. ഫോഴ്സ് എക്സാമുകളിലേക്ക്, അതായത് എക്സൈസ് ഇൻസ്പെക്ടർ പോലുള്ള എക്സാമുകളിലേക്ക് 40+ ആണ് കട്ട് ഓഫ് പറയുന്നത്.
യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് 45+ ആണ്, കാരണം അത്രത്തോളം വേക്കൻസീസേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അതുപോലെ തന്നെ നാഷണൽ സേവിങ്സിലേക്കെല്ലാം 55 to 60, മേ ബി 60 എബോ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം വളരെ കുറച്ച് മാത്രമേ ഒഴിവുകളുള്ളൂ. അപ്പോൾ ഈ റേഞ്ചിലുള്ളവർക്ക് മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓൾമോസ്റ്റ് ഡിഗ്രി മെയിൻസിലെ സിലബസ് എല്ലാം സെയിം ആണ്. അതിൽ സ്പെഷ്യൽ ടോപ്പിക് വരുന്ന, അതായത് എക്സൈസ് ഇൻസ്പെക്ടർ പോലുള്ള എക്സാമുകളിൽ, ഫോഴ്സ് എക്സാമുകളിൽ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആവുന്ന സമയത്ത് എഡ്യൂക്കേഷണൽ പോളിസി കമ്മീഷൻസ് പോലുള്ളതിന് 13 മാർക്ക് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് 80% സെയിം റേഞ്ചിലുള്ള, സെയിം ലെവലിലുള്ള സിലബസ് ആണ്. ഈവൻ VFAക്ക് പോലും നമ്മളിപ്പോൾ അങ്ങനെ 10th പ്രിലിംസിന് അതുപോലെ സെക്ഷൻ വൈസ് പഠിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം നല്ല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാ എക്സാംസിലും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. SCRT കൂടാതെ NCRT, കാരണം 10th പ്രിലിംസിന് പോലും NCRT 11th 12th ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി മെയിൻസിൽ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മൾ SCRTയുടെ കൂടെ NCRTയും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.